ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനെ കുറിച്ചാണ്. അതിൻ്റെ ചുരുക്കമാണ് EPF. അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്കൊരു EPF അക്കൗണ്ട് ഉണ്ടെങ്കിൽ, നിങ്ങളെ ശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക EPF അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിർബന്ധമായും KYC ആൻഡ് നോമിനേഷൻ എന്നീ 2 കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിലെ മലപ്പുറം ബ്രാഞ്ചിൽ ഉള്ള ഒരു സ്റ്റാഫ് സർവീസിലിരിക്കെ അസുഖം വന്ന് മരണപ്പെട്ടു. അദ്ദേഹത്തിന് ചെറിയ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ട് EPF അക്കൗണ്ട് വഴി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കിട്ടേണ്ട ആനുകൂല്യം നഷ്ടപ്പെട്ടു പോവാണ് ഉണ്ടായത്. അപ്പോൾ ഈ സ്ഥിതി മറ്റാർക്കും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. KYC ആൻഡ് നോമിനേഷൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് EPF ഇന്ത്യ എന്ന സൈറ്റിലാണ് പോകേണ്ടത്. അവിടെ സർവീസസ് ഐക്കണിൻ്റെ താഴെ ഫോർ എംപ്ലോയീസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. പിന്നെ അവിടെ മെമ്പർ പാസ്ബുക്ക് എന്ന ലിങ്കിൻ്റെ താഴെ മെമ്പർ UN എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് മെമ്പർ പോർട്ടലിൽ UN നമ്പർ ആൻഡ് പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യണം. KYC കംപ്ലീറ്റ് ചെയ്യാൻ ബാങ്ക് അക്കൗണ്ട് ആൻഡ് IFSC കോഡ് വേണ്ടി വരും. പിന്നെ വലിയ എമൗണ്ടുകൾ വിഡ്രോ ചെയ്യാൻ പാൻ കാർഡും ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം തന്നെ പാൻ കാർഡ് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ നോമിനേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യണം. അതിനുശേഷം റെസിഡൻറ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ നോമിനേഷൻ ചെയ്യാൻ നോമിനിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡ് ഡീറ്റെയിൽസ് എന്നിവ വേണം. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ആധാറിൽ നിങ്ങളുടെ കറക്റ്റ് മൊബൈൽ നമ്പർ തന്നെയാണോ ലിങ്ക് ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക. കാരണം UN നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ ആധാറിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലാണ് OTP പോവുക. അങ്ങനെ മൊബൈൽ നമ്പർ ലിങ്ക്ഡ് അല്ലെങ്കിൽ ഏതെങ്കിലും അക്ഷയ സെൻറ്ററിൽ ചെന്നിട്ട് നിങ്ങളുടെ കറക്റ്റ് മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ EPF ഇന്ത്യ സൈറ്റിൽ പോയിട്ട് എങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ സെർച്ചിൽ EPFO India.gov.in സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കും. അതിൽ ഫസ്റ്റ് ഉള്ളത് EPF India.gov.in എന്ന ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ സർവീസസ് ഐക്കണിൻ്റെ താഴെ ഫോർ എംപ്ലോയീസ് എന്ന് കണ്ടില്ലേ, അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുക, ഫോർ എംപ്ലോയീസ്. ഓക്കെ, അതിന് താഴെ സർവീസസിൻ്റെ ഒരു കോളം കാണാം. അവിടെ മെമ്പർ പാസ്ബുക്ക് ഉണ്ടാവും, പിന്നെ മെമ്പർ UN ഉണ്ടാവും. മെമ്പർ പാസ്ബുക്കിൽ നിങ്ങളെ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉണ്ടാവുക. പിന്നെ ഈ പേജിൽ അലേർട്ട് മെസ്സേജ് ക്ലോസ് ചെയ്യുക. റൈറ്റ് സൈഡിൽ UN പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാനുണ്ടാവും. പിന്നെ ആക്ടിവേറ്റ് UN ഉണ്ടാവും. ഇതിപ്പോൾ മുൻപ് ഈ ലിങ്ക് വഴി UN നമ്പർ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ആ സർവീസസ് നിന്നിട്ടാണുള്ളത്. ഇപ്പോൾ ഉമങ് വഴിയാണ് UN നമ്പർ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതിനുശേഷം UN നമ്പറും പാസ്വേഡും വെച്ചിട്ട് ഞാൻ സൈൻ ഇൻ കൊടുത്തു. സൈൻ ഇൻ ചെയ്യുമ്പോൾ മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് OTP വരുന്നത്. അപ്പോൾ OTP നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഫൈൽ പേജാണ് വരിക. ഹോം പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ആധാർ വെരിഫൈഡ് ആണോ, ബാങ്ക് അക്കൗണ്ട് നമ്പർ വെരിഫൈഡ് ആണോ എന്നൊക്കെ കാണാൻ പറ്റും. പിന്നെ അതിൽ ആദ്യമായിട്ട് ചെയ്യാനുള്ളത് മാനേജിൽ KYC ആണ്. KYC ക്ലിക്ക് ചെയ്യുക. KYC ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ബാങ്ക്, പാൻ, പാസ്പോർട്ട് എന്നാണ്. അതിൽ എൻ്റേത് ബാങ്കും ആധാറും ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. ആധാർ അപ്രൂവ്ഡ് ആയിട്ടുണ്ട്, ബാങ്ക് സ്റ്റാറ്റസ് വെരിഫൈഡ് ആണ്. ഇതുപോലെയാണ് നിങ്ങളുടേതും കംപ്ലീറ്റ് ആവേണ്ടത്. അപ്പോൾ ബാങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം
കൺഫേം ബാങ്ക് അക്കൗണ്ട് നമ്പറിൻ്റെ അവിടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക. വീണ്ടും സെയിം ബാങ്ക് അക്കൗണ്ട് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് IFSC കോഡ് ടൈപ്പ് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുത്ത് സേവ് കൊടുക്കുക. അപ്പോൾ പുതിയൊരു റോ ആഡായിട്ട് അതിൽ സ്റ്റാറ്റസ് കാണിക്കും. അപ്പോൾ അത് വെരിഫൈഡ് ആയിട്ട് വരണം. അതിനുശേഷം പിന്നെ പാൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പാൻ നമ്പർ കൊടുക്കണം. പാൻ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുത്ത് സേവ് കൊടുക്കണം. അതിനുശേഷം വ്യൂവിൽ പ്രൊഫൈലിൽ പോവാം. പ്രൊഫൈലിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. അവിടെ പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഈ നോമിനേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻ്റെ നോമിനേഷൻ സക്സസ്ഫുൾ ആണ്, ഗ്രീൻ ടിക്ക് ഉണ്ട്. അപ്പോൾ പുതുതായിട്ട് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഹാവിങ് ഫാമിലി ചോദിക്കും. അപ്പോൾ യെസ് ക്ലിക്ക് ചെയ്യണം. യെസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നോമിനിയുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആധാർ നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, പിന്നെ നമ്മൾ നോമിനിയായിട്ടുള്ള റിലേഷൻ എന്താണ്. ഇപ്പോൾ വൈഫാണെങ്കിൽ വൈഫ് സെലക്ട് ചെയ്യുക, സണ്ണാണെങ്കിൽ സണ്ണ് സെലക്ട് ചെയ്യുക, ഫാദർ മദർ ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അവരുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതുപോലെ സൈഡൊക്കെ സെറ്റ് ചെയ്തിട്ട് പ്രിവ്യൂ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, അപ്ലോഡ് ഫോട്ടോ കൊടുക്കുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. പിന്നെ EPF നോമിനേഷൻ സെലക്ട് ചെയ്തിട്ട് അവർക്ക് എത്ര % ആണോ കൊടുക്കുന്നതെന്ന് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒറ്റൊരാളെയാണ് കൊടുക്കുന്നത് നോമിനായിട്ട്, അപ്പോൾ 100% കൊടുക്കുക. അതല്ല, നിങ്ങൾക്കിപ്പോൾ 2 മക്കളുണ്ടെങ്കിൽ അവർക്ക് 50% വെച്ചിട്ട് ടോട്ടൽ 100% വരുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റും. ഈ ഷെയർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ കൊടുക്കാനുള്ള EPS നോമിനേഷൻ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൽ EPS ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുൾ എന്ന് വരും. അതിൽ നിങ്ങൾക്ക് വ്യൂ ചെയ്യാം, പിന്നെ ഡീറ്റെയിൽസ് കൊടുത്ത കാര്യങ്ങൾ, പിന്നെ എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇ സൈൻ ക്ലിക്ക് ചെയ്യുക. സൈൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്, നോമിനിയുടേതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അധികം ആൾക്കാരും മിസ്റ്റേക്ക് വരുത്തുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് OTP വരും. സെൻഡ് OTP കൊടുത്തിട്ട് OTP നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെരിഫൈ OTP കൊടുക്കുക. അപ്പോൾ PDF സൈൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വരും. ശേഷം വരുന്ന പേജിൽ സ്റ്റാറ്റസ് ഗ്രീൻ ടിക്കിൽ ഇതുപോലെ നോമിനേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഡീറ്റെയിൽസ് കാണാൻ നോമിനേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് PDF സിമ്പൽ കാണാം, അത് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത്രയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ട പ്രോസസ്സ്. ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഫ്രീ ടൈമിൽ എൻ്റെ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. പിന്നെ PF നിന്ന് ഇടയ്ക്കിടയ്ക്ക് അനാവശ്യമായിട്ട് ക്ലെയിം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ തൃശ്ശൂരിൽ ജോലി നിർത്തിയ സമയത്ത് ചിലവിന് പൈസ ഇല്ലാതിരുന്ന സമയത്ത് PF പൈസ എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായത്. അപ്പോൾ ചെറിയ ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്നും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കുന്ന പോലെ PF നിന്ന് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ പറ്റി നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും ഇതിൻ്റെ താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.